നിങ്ങൾ ക്യാമറ കയ്യിലെടുത്തു, ബാറ്ററി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ക്യാമറ ബോഡിയിൽ ലെൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ ക്യാമറ ഹോൾഡ് ചെയ്യേണ്ട രീതിയിൽ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്യാമറ ഓൺ ചെയ്തു, നിങ്ങൾ ഓൾറെഡി ക്യാമറ ഓൺ ചെയ്തു. ഇനി നിങ്ങൾ ആ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് വ്യൂ ഫൈൻഡറിലൂടെ നോക്കേണ്ടത്? നിങ്ങളുടെ ഇടത് കൈയിലാണ് ക്യാമറയുടെ ഭാരം വന്നിരിക്കുന്നത്, വലത് കൈ ആ ക്യാമറ ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, നല്ലപോലെ താഴെ പോകരുത്. നെക്സ്റ്റ് സ്ട്രാപ്പ് കഴുത്തിലിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ക്യാമറ നിങ്ങളുടെ മുഖത്തിന് നേരെ ഉയർത്തിക്കൊണ്ടുവരിക. ക്യാമറ ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ വ്യൂ ഫൈൻഡർ ഓൾറെഡി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. വ്യൂ ഫൈൻഡർ നിങ്ങളുടെ കണ്ണിന് നേരെ വയ്ക്കുക. ഏത് കണ്ണിന് നേരെ വയ്ക്കണം? വ്യൂ ഫൈൻഡർ നോക്കാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ വലത് കണ്ണാണ്. വലത് കണ്ണിലൂടെ വേണം വ്യൂ ഫൈൻഡറിൻ്റെ അകത്തോട്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ആ വലത് കണ്ട് വ്യൂ ഫൈൻഡറിലൂടെ നോക്കുക. നിങ്ങളുടെ ഇടത് കണ്ണിലൂടെ നേരിട്ട് പുറത്തുള്ള കാഴ്ചകളും കാണുക. ആദ്യത്തെ തവണ നിങ്ങൾക്കിത് വളരെയധികം സ്ട്രെസ്സ് നൽകുന്ന ഒരു പരിപാടിയായിട്ട് തോന്നിയേക്കാം. കാരണം നിങ്ങൾക്ക് രണ്ടും നല്ല രീതിയിൽ തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾ ഇടത് കണ്ണുകൊണ്ട് വ്യൂ ഫൈൻഡറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വലത് കണ്ണ് അടച്ചു വെച്ചിട്ട് വളരെയധികം വേദന അനുഭവപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാമറ കമ്പനികൾ ക്യാമറകൾ SLR ക്യാമറകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വലത് കണ്ണുകൊണ്ട് നോക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ വലത് കണ്ണ് ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലോട്ട് ചേർത്ത് വെച്ചു. അതിനുശേഷം ഇടത് കണ്ണ് തുറന്നു വയ്ക്കാം. ഇടത് കണ്ണുകൊണ്ട് നിങ്ങൾക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാം. ഇനി നിങ്ങൾക്ക് ഇടത് കണ്ണ് തുറന്നിരിക്കുമ്പോൾ വ്യൂ ഫൈൻഡർ കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടത് കണ്ണ് അടച്ചു പിടിക്കുന്നതിൽ കുഴപ്പമില്ല. എന്നിട്ട് വലത് കണ്ണുകൊണ്ട് നല്ല രീതിയിൽ വ്യൂ ഫൈൻഡറിൻ്റെ ഗ്ലാസ്സിലൂടെ അകത്തേക്ക് നോക്കുക. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡാർക്കായിട്ടുള്ള ഒരു ഫ്രെയിം ആയിരിക്കും അതിനകത്ത് കാണുക. കുറേ എഴുത്തുകൾ താഴെ ഭാഗത്തുണ്ടാവും. പക്ഷേ വേറെ പുറത്തുള്ള കാഴ്ചകളൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ലെൻസിൻ്റെ ക്യാപ്പ് നിങ്ങൾ റിമൂവ് ചെയ്തിട്ടില്ല എന്നാണ്. മുൻഭാഗത്തുള്ള ലെൻസ് അടച്ചു വെച്ചിരിക്കുന്ന ക്യാപ്പ് നിങ്ങൾ നീക്കി എടുക്കുക. ലെൻസ് ക്യാപ്പ് നീക്കം ചെയ്യാനായിട്ട് അതിന് ചെറിയ 2 ഹോൾഡറുകൾ ഉണ്ടാവും. അതിൽ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ അകത്തോട്ട് പ്രസ് ചെയ്തിട്ട് ലെൻസ് ക്യാപ്പ് പുറത്തോട്ട് വലിക്കുകയാണെങ്കിൽ ലെൻസ് ക്യാപ്പ് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ വീണ്ടും വ്യൂ ഫൈൻഡറിലൂടെ പുറത്തുള്ള കാഴ്ചകൾ ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യൂ ഫൈൻഡറിലൂടെ പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും. അതേപോലെ ഇടത് കണ്ണുകൊണ്ട് നേരിട്ടും ആ കാഴ്ചകൾ കാണാൻ സാധിക്കും. വലത് കണ്ണുകൊണ്ട് വ്യൂ ഫൈൻഡർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇടത് കണ്ണ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടത് കണ്ണ് അടച്ചു വെച്ചിട്ട് കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ സ്ഥിരമായിട്ട് ആ രീതി തുടരരുത്. വലത് കണ്ണും ഇടത് കണ്ണും തുറന്നു വെച്ച് തന്നെ നിങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വലത് കണ്ണും ഇടത് കണ്ണും തുറന്നു വെച്ചിട്ടുണ്ട്. വലത് കണ്ണുകൊണ്ടാണ് വ്യൂ ഫൈൻഡറിൽ നോക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നാൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളിപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും ക്യാമറ ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡിലായിരിക്കും. അതായത് ഒന്നുകിൽ വിലങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ കുത്തനെ ആയിരിക്കും. എങ്ങനെ ആയാലും ക്യാമറ ഒരിക്കലും ചെരിഞ്ഞു പോകരുത്. നിങ്ങൾ ഒരല്പം ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിഞ്ഞു പോകരുത്. ക്യാമറ സ്റ്റഡി ആയിട്ട് പിടിക്കണം, നേരെ പിടിക്കണം. ഒരു വരയിട്ട് കഴിഞ്ഞാൽ ക്യാമറയുടെ ഫ്രെയിമിൻ്റെ ബോർഡറും ആ വരയും ഒരേപോലെ ആയിരിക്കണം, പാരലൽ ആയിരിക്കണം. ഒരിക്കലും അത് ഒരല്പം ചെരിഞ്ഞിട്ട് ഇങ്ങോട്ടോ അങ്ങോട്ടോ ചെരിഞ്ഞു പോകരുത്. ക്യാമറ നേരെ ഹോൾഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഒന്നുകിൽ ലാൻഡ്സ്കേപ്പിലെടുക്കാം അല്ലെങ്കിൽ പോർട്രേറ്റിലെടുക്കാം. 2 വിധത്തിലെടുത്താലും നിങ്ങൾ ചെയ്യുന്നത് സ്ട്രൈറ്റ് ആയിരിക്കണം, ഒരു വാട്ടർ ലെവലായിരിക്കണം ആ ഫ്രെയിം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇടത് കൈ ക്യാമറയുടെ നെക്കിലാണ് ഇപ്പോൾ ഉള്ളത്. കൈ വെള്ളയിലാണ് ക്യാമറയുടെ ഭാരമുള്ളത്. ഇടത് കൈയുടെ പെരുവിരലും അതേപോലെ ചൂണ്ടുവിരലും നിങ്ങൾക്ക് ഫ്രീ ആണ്. മറ്റ് 3 വിരലുകളും ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വലത് കൈക്ക് ഒരല്പം പ്രഷർ കൊടുത്തിട്ട് ക്യാമറ വലത് കൈയിലേക്ക് കൂടുതൽ ലോഡ് കൊടുത്തിട്ട് ഇടത് കൈ ചെറുതായിട്ട് ഫ്രീ ആക്കുക. എന്നിട്ട് നിങ്ങളുടെ ലെൻസിലുള്ള 2 റിങ്ങുകളുണ്ട്. അതിൽ സൂമിൻ്റെ റിങ് പതുക്കെ ഒന്ന് വ്യൂ ഫൈൻഡറിലൂടെ നോക്കിക്കൊണ്ട് തന്നെ തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദൂരെയുള്ള വസ്തുക്കൾ അടുത്തോട്ട് വരുന്നത് കാണാം. അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഒരു വൈഡ് ഫ്രെയിം കയറി വരുന്നത് കാണാം. ഇനി അടുത്ത സെഷനിലേക്ക് പോകാം.